പ്രിയമുള്ളവരെ, 2016-ലും 2021-ലും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയ നിയമസഭാ നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. നമ്മൾ മഞ്ചേശ്വരത്തെ നിയമസഭാ റിസൾട്ട് ഇങ്ങനെ ടി വിയിൽ കാണുമ്പോൾ ആശ്ചര്യം തോന്നും. കാരണം ഒരു പഞ്ചായത്ത് എണ്ണുമ്പോൾ ബി ജെ പി 3000-4000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യും. അടുത്ത പഞ്ചായത്ത് എണ്ണുമ്പോൾ ആ ലീഡും മറികടന്ന് UDF സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അവിടെ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പഞ്ചായത്തുകൾ തോറും വലിയ രീതിയിൽ വോട്ട് വിഹിതം മുന്നണികൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് മിക്കപ്പോഴും മഞ്ചേശ്വരത്ത് നിന്നുണ്ടാകുന്നത്. CPM കാലാകാലങ്ങളായി ആ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ്. പക്ഷേ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 2006-ലെ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM അവിടെ വിജയിക്കുന്നുണ്ട്. കുഞ്ഞമ്പു ആ സീറ്റ് പിടിച്ചെടുക്കുന്നുണ്ട് CPM-ന് വേണ്ടിയിട്ട്. 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് അവിടെ 3-ാം സ്ഥാനത്താകുന്നുണ്ട്. കാരണം അന്ന് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പാണിത്. കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, ET മുഹമ്മദ് ബഷീറൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ പരാജയപ്പെടുന്ന, UDF-ന്റെ പ്രമുഖരായ നേതൃനിര പരാജയപ്പെടുന്ന ഇലക്ഷനിൽ അവിടെ നിന്ന് LDF, നിരന്തരം 3-ാം സ്ഥാനത്താകുന്ന LDF അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട് കുഞ്ഞമ്പൂയിലൂടെ. പിന്നെ ആ സീറ്റ് തിരിച്ച് ലീഗ് പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ CPM നിരന്തരം 3-ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. 2021-ലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ അവിടെ 855 വോട്ടുകൾക്കാണ് AKM അഷറഫ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഹെലികോപ്റ്റർ യാത്രയൊക്കെ അന്ന് വലിയ ട്രോളുകൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആ മണ്ഡലത്തിൽ മാത്രം സ്ഥിതി ചെയ്ത് മത്സരിച്ചിരുന്നതെങ്കിൽ, മഞ്ചേശ്വരത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ വിജയിക്കുമായിരുന്നു. പക്ഷേ 2019-ലെ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ശബരിമല ഇഷ്യൂമായൊക്കെ ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കോന്നിയിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല വോട്ട് വിഹിതം നേടുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചത് കോന്നിയിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം കോന്നിയിലും ഒപ്പം മഞ്ചേശ്വരത്തും മത്സരിച്ചു. 2 സ്ഥലത്തും പരാജയപ്പെട്ടു. ഒരു ഇലക്ഷനിൽ 2 സ്ഥലത്ത് നിന്ന് പരാജയപ്പെടുന്ന കേരളത്തിലെ ആദ്യ ആള് എന്ന ഒരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2016-ലും ഈ മണ്ഡലത്തിൽ 2016-ലും ഈ മണ്ഡലത്തിൽ നിന്ന് സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. PB അബ്ദുൾ റസാഖിനോടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയത്. അന്ന് 89 വോട്ടുകൾക്ക് മാത്രമാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. അന്ന് വളരെ വിവാദമുണ്ടായി. സുരേന്ദ്രൻ അവിടെ വോട്ട് ഇരട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയൊക്കെ സമീപിച്ചു. അവസാനം അബ്ദുൾ റസാഖ് വിജയിച്ചതായി കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ 2019-ൽ അദ്ദേഹം മരിച്ചു. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ നിന്ന് മത്സരിക്കുന്നില്ല. സുരേന്ദ്രൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നില്ല. അപ്പോൾ രവീന്ദ്ര തന്ത്രി കുണ്ടാറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വലിയ മെജോറിറ്റിയിൽ പരാജയപ്പെടുത്തു. 7923 വോട്ടുകൾക്ക് MC കമറുദ്ദീന് രവീന്ദ്ര തന്ത്രി കുണ്ടാറിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു. കാരണം 2019-ൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സുരേന്ദ്രൻ കോന്നിയിൽ, അപ്പോൾ അവിടെയും ബൈ ഇലക്ഷൻ ഉണ്ട്, സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചു. അത് 2 പ്രാവശ്യം കോന്നിയിൽ സുരേന്ദ്രൻ പരീക്ഷിച്ചു. 2 പ്രാവശ്യവും കോന്നിയിൽ നിന്ന് പരാജയപ്പെട്ടു. ഒരുപക്ഷെ ഒരു ബൈ ഇലക്ഷനിൽ സുരേന്ദ്രൻ ഇവിടെ നിന്ന് മത്സരിച്ചാലും സുരേന്ദ്രന് ചാൻസ് ഉണ്ടായിരുന്നു. കാരണം സുരേന്ദ്രൻ്റെ ഒരു ഇലക്ഷൻ പ്രകടനം ആ മണ്ഡലത്തിൽ താരതമ്യേന നല്ലതാണെന്ന് പറയാം. കാരണം 855 വോട്ടുകൾക്ക് മാത്രം 2021-ൽ പരാജയപ്പെടുന്നു. 2016-ൽ 89 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. അതായത് സുരേന്ദ്രൻ അവിടെ ഒരു നല്ല ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇനി സുരേന്ദ്രൻ എത്രത്തോളം ആ സീറ്റ് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJP രാഷ്ട്രീയത്തിൽ സുരേന്ദ്രൻ കുറച്ചുകൂടി അപ്രസക്തനാകുന്നു. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. ഇപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്നത് ML അശ്വനിയുടെ പേരാണ്. ലോക്സഭയിൽ മത്സരിച്ച 2025 ലോക്സഭയിൽ അവിടെ നിന്ന് മത്സരിച്ച ML അശ്വനിയുടെ പേരാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിനാണ് അവിടെ UDF സ്ഥാനാർത്ഥി. അത് AKM അഷ്റഫ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ സ്ഥാനാർത്ഥി പരിഗണനയും ചർച്ചകളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. അവിടെ പ്രധാനമായും മുസ്ലിം ലീഗും BJP-യും തമ്മിലാണ് മത്സരം എന്നതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം എന്ന കാര്യത്തിലും സംശയമില്ല. അവിടെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെ UDF-ന് വലിയ അപ്രമാദിത്വമുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിലും UDF ആണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരു പഞ്ചായത്തിൽ അതിൽ പുത്തികയിലാണ് UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. 5-5. BJP-ക്ക് അവിടെ 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലെ സീറ്റ് നില നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എൻവഞ്ചകയിൽ 8 സീറ്റ് UDF-ന്, 4 സീറ്റ് LDF-ന്, 6 സീറ്റ് BJP-ക്ക്. കുമ്പളയിൽ
15 സീറ്റ് യു ഡി എഫിന്, 3 സീറ്റ് എൽ ഡി എഫിന്, 5 സീറ്റ് ബി ജെ പിക്ക്. മംഗൽപാണ്ടിയിൽ 19 സീറ്റ് യു ഡി എഫിന്, 2 സീറ്റ് എൽ ഡി എഫിന്, 3 സീറ്റ് ബി ജെ പിക്ക്. മഞ്ചേശ്വരത്ത് 13 സീറ്റ് യു ഡി എഫിന്, എൽ ഡി എഫിന് അവിടെ സീറ്റൊന്നുമില്ല, 6 സീറ്റ് ബി ജെ പിക്ക്. മീഞ്ചയിൽ 9 സീറ്റ് യു ഡി എഫിന്, 1 സീറ്റ് എൽ ഡി എഫിന്, 7 സീറ്റ് ബി ജെ പിക്ക്. പുത്തികയിൽ 5 സീറ്റ് യു ഡി എഫിന്, 5 സീറ്റ് എൽ ഡി എഫിന്, 2 സീറ്റ് ബി ജെ പിക്ക്. പോർക്കാട്ടിയിൽ 10 സീറ്റ് യു ഡി എഫിന്, 4 സീറ്റ് എൽ ഡി എഫിന്, ബി ജെ പിക്ക് 2 സീറ്റ്. പൊകളികയിൽ 7 സീറ്റ് യു ഡി എഫിന്, 5 സീറ്റ് എൽ ഡി എഫിന്, 5 സീറ്റ് ബി ജെ പിക്ക്. ചില ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. കാരണം വടക്കൻ മലബാറിലെ പ്രത്യേകിച്ചും കർണാടകമായി ചേർന്ന ഒരു സ്ഥലത്തെ റിസൾട്ടാണ് നമ്മൾ താരതമ്യം ചെയ്തത്. പഞ്ചായത്തുകളുടെ പേരൊക്കെ പറയുമ്പോൾ ചില തെറ്റുകൾ സ്വാഭാവികമായി വന്നേക്കാം. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും ഈ കർണാടക ടച്ചുള്ള പേരുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ ചില വിഷമങ്ങളുണ്ടാകാം. അതുകൊണ്ട് ഈ പഞ്ചായത്തുകളുടെ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതായത് 8-ൽ 7 പഞ്ചായത്തുകളും അവിടെ യു ഡി എഫിനാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഈ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ ഇലക്ഷൻ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വലിയ ലീഡാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം 17,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലും ബി ജെ പിയാണ് 2ാം സ്ഥാനത്ത് നിന്ന് പ്രത്യേകതയുണ്ട്. ഈ മഞ്ചേശ്വരത്ത് ML അശ്വനിയേക്കാൾ രാജ്മോഹൻ ഉണ്ണിത്താന് 17,000-ൽ പരം വോട്ടുകളുടെ ഒരു ലീഡുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ കാറടുക്ക, മധൂർ, കുമ്പടുക്ക എന്നീ 3 പഞ്ചായത്തുകളാണ് ബി ജെ പിക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന ഒരു ചർച്ചയും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതായത് മഞ്ചേശ്വരത്തെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മഞ്ചേശ്വരം യു ഡി എഫിന് കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമായി തന്നെ നിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വ്യക്തമാണ്. മാത്രമല്ല AK അഷ്റഫ് കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എന്ന ചർച്ചയും വരുന്നുകൊണ്ട് അദ്ദേഹം ജനകീയനാണ് എന്ന ഒരു ചർച്ച ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ വരുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ML അശ്വനി കുറച്ചുകൂടി ഫൈറ്റിംഗ് സംഭാവന ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു ഫൈറ്ററാണ്, പ്രത്യേകിച്ച് യുവതിയാണ്. കാസർഗോഡ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റാണ് എന്നിങ്ങനെയുള്ള പരിഗണനകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും ഒരു അട്ടിമറി സാധ്യത ഇല്ലാതില്ല എന്ന് തന്നെയാണ് അവിടുത്തെ മണ്ഡല വിശകലനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാരണം. CPM പതിവ് പോലെ അവിടെ 3ാം സ്ഥാനത്ത് എത്തുവാനാണ് സാധ്യത എന്ന വിശകലനങ്ങളും മാധ്യമങ്ങൾ നടത്തുകയാണ്. നല്ലൊരു ഫൈറ്റ് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാകും. പക്ഷേ നിലവിലുള്ള സാഹചര്യം അവിടെ യു ഡി എഫിന് അനുകൂലമാണ്. ഇപ്പോൾ അതിനുള്ള ചാൻസിന് വിഘാതമായി വരുന്നത് STPയുടെ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. പ്രത്യേകിച്ചും STPയുടെ വോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ STP എത്രത്തോളം വോട്ട് പിടിക്കും എന്നത് ആ മണ്ഡലത്തിലെ ജയപരാജയങ്ങളിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു മണ്ഡലവുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.